വ്യത്യസ്ത ആശയങ്ങൾ വെച്ചു പുലർത്തുന്ന പ്രസ്ഥാനങ്ങൾ, ഭരണകൂടത്തിന് താല്പര്യമില്ലാത്ത വ്യക്തികളെയും പ്രസ്ഥാനങ്ങളെയും രാജ്യമൊട്ടാകെ വേട്ടയാടുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ഒട്ടേറെ ഉദാഹരണങ്ങൾ, കൂടുതലൊന്നും ഞാൻ അതേക്കുറിച്ച് പറയുന്നില്ല. ഒട്ടേറെ ഉദാഹരണങ്ങൾ. കർണാടകയിലെ കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള DK ശിവകുമാറിനെ ED അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യമുണ്ടായി. നമ്മുടെ രാജ്യത്തെ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും ധനമന്ത്രിയും ഒക്കെ ആയിട്ടുള്ള P. ചിദംബരത്തെ അദ്ദേഹത്തിന്റെ വീടിന്റെ മതിൽ ചാടിക്കടന്ന് അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം നമ്മുടെ രാജ്യത്തുണ്ടായി. എന്തിനേറെ പറയുന്നു, സംസ്ഥാന മുഖ്യമന്ത്രിമാർ, ഒന്ന് ഡൽഹി മുഖ്യമന്ത്രിയായിരുന്നുള്ള അരവിന്ദ് കെജ്രിവാളിനെ, അതോടൊപ്പം തന്നെ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയായിട്ടുള്ള ഹേമന്ത് സോറനെ ഉൾപ്പെടെയുള്ള ആളുകളെ. അതിന്റെ ശരിതെറ്റുകളിലേക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷേ അത്തരം ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായി. അവിടെയൊന്നും കയറിച്ചെല്ലാൻ മടി കാണിക്കുന്ന ED നമ്മുടെ സംസ്ഥാനത്തെ തന്നെ കൊടകരയിൽ 100 കണക്കിന് കോടി രൂപ ഹവാല പണം പിടിച്ചു. പക്ഷേ BJPന്റെ ഏതെങ്കിലും നേതാവിനെ ഒന്ന് ചോദ്യം ചെയ്യാൻ പോലും വിളിക്കാൻ ED തയ്യാറായില്ല. അതുപോലെ തന്നെ ഹെലികോപ്റ്ററിൽ തെരഞ്ഞെടുപ്പ് പണം നടത്തുന്ന അവസ്ഥയും വിവാദവും നമ്മുടെ സംസ്ഥാനത്തുണ്ടായി. പക്ഷേ അവിടെ EDയോ NIയോ UAPയോ മറ്റ് കേസുകളോ ഒരു രാജ്യത്തെ ഒരു നീതിന്യായ സംവിധാനങ്ങളോ അവരെ തേടി എത്തിയില്ല. ഒന്ന് നോട്ടീസ് കൊടുത്ത് ചോദ്യം ചെയ്യാൻ പോലും അവരെ വിളിച്ചില്ല എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേ അതേ സമയത്ത് ഞാൻ പറഞ്ഞ പോലെ ഭരണകൂടത്തിന് താല്പര്യമില്ലാത്ത ആളുകളെ, ഭരണകൂടത്തിനെതിരായി പ്രവർത്തിക്കുന്ന ആളുകളെ, നമ്മുടെ ദേശീയ പ്രസിഡന്റ് സഹോദരൻ MK ഫൈസി ഉൾപ്പെടെയുള്ള ആളുകളെ, അല്ലെ, MK ഫൈസി എന്താ ഈ രാജ്യത്ത് ചെയ്ത് തെറ്റ്? വഖഫ് നിയമത്തിനെതിരായി രാജ്യത്തുടനീളം പോരാട്ടം നയിച്ചു എന്നതാണ് MK ഫൈസി ചെയ്ത ഏക തെറ്റ്. ആ MK ഫൈസി ഉൾപ്പെടെയുള്ള ആളുകളെ ഇന്ന് പല ആളുകളെയും വേട്ടയാടി ജയിലിലടച്ചിരിക്കുകയാണ്. പല ആളുകളും ഭീഷണിപ്പെടുത്തുകയാണ്.